പ്രളയം പോലുള്ള ദുരന്തങ്ങൾ വരുമ്പോഴാണ് ഈരാറ്റുപേട്ടക്കാരുടെ ഒറിജിനൽ സ്വഭാവം നമുക്ക് മനസ്സിലാവുന്നത്. നമ്മൾ അതിനു മുമ്പ് കുറേ വാർത്തകളൊക്കെ നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് അവിടുത്തെ കുട്ടികൾ ഹെൽമെറ്റ് ഇല്ലാതെ ട്രിപ്പിൾ അടിച്ചൊക്കെ വണ്ടി ഓടിക്കുന്നു, അല്ലെങ്കിൽ വണ്ടി റേസ് ചെയ്ത് കുറേ പേര് ഒരുമിച്ച് ഒരു കോളേജിൻ്റെ കോമ്പൗണ്ടിലേക്ക് ചെല്ലുന്നു, അവിടെ ഒരാളെ ഇടിച്ചിടാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ വഴിയിൽ ഇങ്ങനെ വണ്ടി ഓടിച്ച് വരുമ്പോൾ കാറിൻ്റെ മുമ്പിലേക്ക് പെട്ടെന്ന് അപ്രതീക്ഷിതമായ കുട്ടികൾ ടേണിങ് അങ്ങ് എടുക്കുന്നു. അപ്പോൾ കാറുകാരൻ ഇറങ്ങി വരുന്ന കുട്ടികളോട് ചൂടാവുന്നു. അപ്പോൾ കുറേ നാട്ടുകാരെല്ലാം കൂടെ അയാളോട് ചൂടാവുന്നു. അപ്പോൾ അതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന കമൻറ്റുകൾ ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഈരാറ്റുപേട്ട എന്ന് പറയുന്ന ഇമാതിരി വലിയ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്ന വലിയൊരു ഭീകര കേന്ദ്രമാണെന്ന് നമുക്ക് സാധാരണഗതിയിൽ മനസ്സിലാവാറുണ്ട്, അല്ലേ? പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ചില വാർത്തകൾ ഈ പ്രളയം പോലുള്ള ദുരന്ത സമയത്തൊക്കെ നമ്മൾ കാണും. പക്ഷേ അതൊന്നും കാര്യമായി വാർത്തകളിൽ ഇടം പിടിക്കാറില്ല എന്നുള്ളത് കൊണ്ടാണ് ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ എനിക്ക് തോന്നിയത്. അപ്പോൾ കഴിഞ്ഞ ദിവസം വലിയ മഴയുണ്ടായി, ഉരുൾപൊട്ടലുണ്ടായി, ഈരാറ്റുപേട്ട ഇതുവരെ ഇല്ലാത്തത്ര വലിയ പ്രളയത്തിൽ മുങ്ങി. അതിൻ്റെ പിറ്റേ ദിവസം എല്ലാവരും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലായിരിക്കുന്ന സമയത്താണ് തൊട്ടടുത്ത പഞ്ചായത്തിൽ പൂഞ്ഞാർ പയ്യാനിത്തോട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഉരുൾപൊട്ടലുണ്ടാവുകയും അവിടെ ഒരു വീട് തന്നെ ഒലിച്ചു പോവുകയും ഒരു സഹോദരൻ, ഒരു അമ്മയും മകനും മരണപ്പെടുകയും ചെയ്തത്. അതിൽ മകൻ്റെ മൃതദേഹം കിട്ടി, ഇനിയും അമ്മയുടെ മൃതദേഹം കിട്ടിയിട്ടില്ല എന്ന വാർത്ത അറിയുമ്പോൾ എല്ലാ ദുരന്ത സ്ഥലത്തേക്കും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് പോകുന്ന ചില ചെറുപ്പക്കാരൊക്കെ അങ്ങോട്ട് നീങ്ങി. അപ്പോൾ അതിൽ ഈരാറ്റുപേട്ട നടക്കൽ വെട്ടിക്കാട് അബ്ദുൽ ഹക്കീമും ഇഞ്ചക്കാട്ടിൽ അർഷദും രണ്ട് സുഹൃത്തുക്കൾ കൂടി ബൈക്കിൽ മഴയത്ത് അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ ഈരാറ്റുപേട്ട നടക്കൽ പ്രദേശത്ത് തന്നെയുള്ള കുറേ കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. അവരുമായൊക്കെ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. അതിൽ ഷാൻ എന്ന് പറയുന്ന മുഹമ്മദ് ഷാൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിയായ ഒരു കുട്ടിക്ക് ഒരു പേഴ്സ് കിട്ടി, സാമാന്യം വലിപ്പമുള്ളൊരു പേഴ്സ്. ആ പേഴ്സ് കിട്ടിയപ്പോൾ അതിലെന്തോ ഉണ്ടെന്ന് തോന്നിയപ്പോൾ അവർ ഈ ഹക്കീമിനെ ഏൽപ്പിച്ചു. ഹക്കീം അത് എന്തോ ഉണ്ട്, എന്തോ കുലുങ്ങുന്ന കണ്ടപ്പോൾ ഇനി ക്യാഷ് വല്ലതും ആണെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് സൈഡൊന്ന് തുറന്നു നോക്കിയപ്പോൾ അത് സ്വർണ്ണമാണെന്ന് മനസ്സിലായി. ഒരു വളയുടെ ഭാഗം കണ്ടപ്പോൾ അദ്ദേഹം അത് അടച്ചിട്ട് പറഞ്ഞു, ഇത് നമ്മൾ തുറന്നാൽ ശരിയാവില്ല, നമുക്കിത് ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവരുമായി ബന്ധപ്പെടാമെന്ന് പറഞ്ഞ് പൂഞ്ഞാർ പഞ്ചായത്ത് പ്രസിഡന്റ് സുബ്രഹ്മണ്യനുമായി ബന്ധപ്പെടുകയും അദ്ദേഹത്തിൻ്റെയും മറ്റു പലരുടെയും സാന്നിധ്യത്തിൽ അത് തുറന്നു നോക്കി. അതിൽ 15 പവൻ സ്വർണമുണ്ടായിരുന്നു. അതായത് ഇപ്പോഴത്തെ വിലയ്ക്ക് ഏകദേശം 20 ലക്ഷം രൂപയുടെ സ്വർണമാണ് ആ കുട്ടികളും ഈ പറഞ്ഞ ഹക്കീമും അർഷദും ഒക്കെ കൂടി തിരിച്ചു കൊടുക്കുന്നത്. അതൊരു ചെറിയ വാർത്തയാണോ? ഇന്നത്തെ കാലത്ത് അതൊരിക്കലും ഒരു ചെറിയ വാർത്തയല്ല. അത് ഞാൻ രണ്ട് മൂന്ന് ടി വിയുടെ വാർത്തകളിൽ ഞാനത് വെച്ച് നോക്കി. പക്ഷേ അതിൽ വന്ന ചെറുപ്പക്കാർ അവരേത് നാട്ടുകാരാണെന്നോ അവരുടെ പേരെന്താണെന്നോ ഒന്നും മനസ്സിലാവുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു റിപ്പോർട്ടറിൻ്റെ ഒരു വാർത്തയിൽ ഒന്ന് നന്നായി ചെവി ഓർത്തപ്പോൾ അതിനിങ്ങനെ പരസ്പരം ആളുകൾ ചോദിക്കുന്നതിൽ നിന്ന് ഈരാറ്റുപേട്ടക്കാരാണെന്നും നടക്കൽക്കാരാണെന്നും ഒക്കെ മനസ്സിലായപ്പോൾ ഞാൻ ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതാരൊക്കെയാണെന്ന് മനസ്സിലായത്. ഞാൻ പറഞ്ഞത്, എന്തെങ്കിലും ഒരു മോശമാക്കാൻ കഴിയുന്ന ഒരു വാർത്ത വരുമ്പോഴേക്കും അതിങ്ങനെ നാടുനീളെ പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് ഇത്തരം ഒരു വലിയ സംഗതി, ഇതൊരു ചെറിയ കാര്യമല്ല. 20 ലക്ഷം രൂപയോളം വരുന്ന സ്വർണം തിരിച്ചു കൊടുത്ത വാർത്ത എന്നത് ചെറിയ കാര്യമല്ല ഇക്കാലത്ത്. അപ്പോൾ അത് ചെയ്ത കുട്ടികളെയും അതിൻ്റെ നേതൃത്വം നൽകിയ അല്ലെങ്കിൽ ഒരു മുതിർന്ന ആളുകൾ എന്നുള്ള നിലയിൽ അവരോടൊപ്പം നിന്ന ഈ ഹക്കീമിനെയും അർഷദിൻ്റെയും ഒക്കെ പേരുകളും അവരാരാണെന്നുള്ളതും അവരേത് നാട്ടുകാരാണെന്നുള്ളതും ജനം അറിയേണ്ടതുണ്ട്. കാരണം മറുവശത്ത് ചെറിയൊരു കാര്യം വരുമ്പോഴേക്കും അത്രമാത്രം വിദ്വേഷ പ്രചരണമാണ് ആ നാടിനെ ചുറ്റിപ്പറ്റി നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. ഏതാണ്ട് 30 വർഷത്തിലധികമായി എനിക്ക് നല്ല പരിചയമുള്ള ഈ നാടിനെക്കുറിച്ച്, അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലുമൊക്കെ വ്യക്തികൾ ചെയ്യുന്ന ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഒരു നാടിനെ മോശമാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ, അതുപോലെ തന്നെ വ്യക്തികൾ ചെയ്ത ഈ കാര്യങ്ങളെ നാടിൻ്റെ നന്മയായി എടുത്തു കാട്ടാനുള്ള ഉത്തരവാദിത്വമുണ്ട് എന്ന തോന്നലിൽ നിന്നാണ് ഇക്കാര്യം ചെയ്യുന്നത്. ഇവരൊക്കെയാണ് ഈ താരങ്ങൾ. ഏതായാലും ഇവർക്ക് അർഹമായ ആദരം
പൂഞ്ഞാർ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നൽകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അത് തീർച്ചയായും അത് കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ് എന്നുകൂടി ഞാൻ വിചാരിക്കുന്നുണ്ട്. നന്ദി.